ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് കരുതി. ഫുൾ മാപ്പാണ് ഇന്ന്. സ്ക്വാഡൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ മാപ്പാണ് കളിക്കാൻ പോയത്. എൻ്റെ ടീമിൻ്റെ കൂടെ ആയിരുന്നു. കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, വോയിസ് കവറൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്നൊരു ഫുൾ മാപ്പിലൊരു ഒരു അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു കളിയൊക്കെ കളിച്ചു. സ്ക്വാഡ് ഉണ്ടായിരുന്നു. സോയി ചേച്ചി, റെഡ്, പിന്നെ ഒരു ബംഗാളി ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ഇന്നത്തെയും പോലെ സ്ക്വാഡ് വേറെടുത്ത് ഞാൻ തനിയായിട്ടാണ് ഇറങ്ങാറ് സാധാരണ. അങ്ങനെ ലൂട്ട് സോണിൽ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ലൂട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു ബുഷിങ് റഷിങ്ങായിട്ടൊക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ലൂട്ട് സോണിലാണ് ഞാൻ ചാടി ഇറങ്ങിയത്. ലൂട്ടൊക്കെ അടിക്കുമായിരുന്നു. M2 മെയിനായിട്ട് ഞാൻ ലൂട്ട് സോണിൽ ചാടി ഇറങ്ങിയത്. M2 എന്തെങ്കിലും കിട്ടിയില്ല ഇതുവരെ. വെറുതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ലൂട്ടൊക്കെ അടിച്ച് ഞാനങ്ങനെ ലൂട്ടൊക്കെ അടിച്ച് ഓടി നമ്മളെ ടീമിൻ്റെ അടുത്ത് തന്നെ എത്തി. അവിടെ അടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കയറിയതാണ്. റെഡ് എലിമിനേറ്റ് ആയി. ഞാനിങ്ങനെ കാണുന്നവനങ്ങനെ ഡാമേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡാമേജ് കൊടുക്കുന്നു, അവൻ നോക്കാകുന്നു, എണീക്കുന്നു. നന്നായി ഡാമേജ് കൊടുത്തിട്ടുണ്ട്. പട്ടി കഴിച്ചു. ബട്ട് കില്ലൊന്നും കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് അടിച്ചുകൊണ്ടിരുന്നു, ഡാമേജ് കൊടുത്തുകൊണ്ടിരുന്നു. കില്ലൊന്നും കിട്ടിയില്ല. അപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുത്ത് ഞാൻ അറിഞ്ഞില്ല. അവനെ റിവൈവ് ചെയ്ത് വിട്ടു. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത കോഡ് വന്നെത്തി. ഒരുത്തനെ അടിച്ചു. അവൻ മാഞ്ഞു പോയി. അവൻ എവിടെയാണെന്ന് പിന്നെ കണ്ടില്ല. അങ്ങനെ വേറൊരുത്തനെ കണ്ടു. അവനെ ഹെഡ്ഷോട്ട് നോക്കി ചെയ്തു, ഫിനിഷ് ചെയ്തു. അങ്ങനെ വീണ്ടും ഒത്തും ലൂട്ടടിക്കൊണ്ടിരിക്കുക. എല്ലാവരും ലൂട്ടടിക്കാൻ വേണ്ടി അവിടെ വരുന്നതാണ്. അവനെ അടിച്ചു നോക്കി ഫിനിഷ് ചെയ്ത് കളഞ്ഞു. അടുത്തവൻ റിവൈവായി ഇറങ്ങിയതാണ്. അവനും അവിടെ ലൂട്ടടിക്കാൻ വന്നു. ഞാൻ അക്കറൊന്നും കളിച്ചില്ല. പയ്യെ തലയിൽ വെച്ചിട്ടൊന്നും അടിച്ചു കൊന്നു. അങ്ങനെ ആദ്യം ഫിനിഷ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഓടിയപ്പോഴത്തേക്കും സോണം വന്നു. ആ ഡ്രോപ്പിൻ്റെ അടുത്ത് ഒടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവനെ അടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് കരയും കൊണ്ടിരുന്നു. കളിയിൽ നിന്ന് ചപ്പിൻ്റെ അവരൊക്കെ വലിച്ചെറിഞ്ഞു. എന്നിട്ടും അവനൊരു കുലുക്കമില്ല. അവൻ ചാടി അതിന്മേൽ ചാടി കയറിപ്പോയി. പിന്നെ ഞാനും അതിന്മേൽ ചാടി കയറി പോകുമെന്ന് കരുതി അതിൽ കയറി. ഞാൻ മണ്ടത്തരം കാണിച്ചില്ല. ഞാൻ വേറെ അടുത്ത് മാറ്റി വെച്ചാണ് ഞാൻ പോയത്. അങ്ങനെ സോണിൽ നിന്ന് കയറി അവിടെ നിന്ന് ഓടി അങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ പുറകെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടേയും നടിയുന്നു. മനസ്സിൽ വെച്ച് ഗ്ലൂകളൊക്കെ ഇട്ട് ഒടിച്ചടി മിട്ടൊക്കെ അടിച്ചു. എന്നിട്ട് അവൻ അടുത്ത് വന്നു. അടുത്ത് വന്നപ്പോൾ M2 ചവിട്ടി പിടിച്ച് അവനെത്തില്ല. ഇവനെ കുരുക്കലുണ്ടാക്കിയത്. അതുകൊണ്ട് ടീം സപ്പോർട്ട് ചെയ്തു. അങ്ങനെ വെച്ചു. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ സോയി ചേച്ചിയും റെഡിനും കൂടെ ചേർന്ന് ഭയങ്കരമായിട്ട് അടിച്ച് ഒരുത്തനെ നോക്കായിട്ട് ഫിനിഷ് ചെയ്തു. അങ്ങനെ റെഡ് അങ്ങനെ എന്നെ പൊക്കി വിട്ടു. അങ്ങനെ റിവൈവ് ചെയ്ത് നിന്നപ്പോൾ താഴെ അവിടെ റെഡിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ് എന്നെയും സോയിച്ചിനെയും റിവൈവ് ചെയ്ത് വിട്ടു. നമ്മൾ വീണ്ടും അവിടെ തന്നെ ചെന്നിറങ്ങി. അവിടെ വേറെ എനിമി ഉണ്ടായിരുന്നു. റെഡിനെ സപ്പോർട്ട് ചെയ്യാൻ എഴുതി. നമ്മുടെ രണ്ടാളും അവിടെ തന്നെ വേറെ ഇറങ്ങി. രണ്ടും കൂടെ അവനെ അടിച്ച് ഡാമേജ് ആക്കിയതാണ്. ഞാൻ അവനെ അടിച്ച് തിരിച്ചു പോയി. കുമ്പണമെന്ന് വിചാരിച്ചതല്ല, ഞാൻ വേറെ വഴിയില്ല അതിങ്ങോട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓടിച്ചടി തിക്കും നോക്കി അങ്ങനെ ഓരോരുണ്ടായിരുന്നു. അവിടെ വേറെ എനിമി ചാടി ഇറങ്ങുമെന്നൊക്കെ കരുതി അവിടെ കിടന്ന് കറങ്ങി. കുറേ നേരം അവിടെ കിടന്ന് കറങ്ങി. ആരും വന്നില്ല. പിന്നെ അവിടെ നിന്ന് നേരെ താഴോട്ട് ഓടിപ്പോകാമെന്ന് പറഞ്ഞത് താഴോട്ട് ഓടിപ്പോയി. അപ്പോഴത്തേക്കും സോണൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സോണൊക്കെ വരുന്നു. കൂടത്തുനിന്നവൻ താഴെ വീണ് ചത്തു, അല്ല അടിച്ചിട്ടു. പിന്നെ അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ താഴെ ഓടിപ്പോയി. അങ്ങനെ അവിടെ കിടന്ന് അവൻ എവിടെ നിന്ന് ചുറ്റിക്കറങ്ങി നോക്കിയപ്പോഴുണ്ട് അവൻ ഇതിൻ്റെ താഴെയായിരുന്നു. പിന്നെ പാവം പയ്യനെ റിവൈവ് ചെയ്ത് കിട്ടു. പിന്നെ നമ്മളെ സോയിച്ചേരട്ടൊക്കെ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് റഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ചത്തുപോയി. അവരൊക്കെ എലിമിനേറ്റ് ആയി. പിന്നെ ഞാനും ബംഗാളിയും കൂടെ അവിടെ കിടന്ന് ഓടിക്കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ലാസ്റ്റ് സോണ് വരെ നമ്മൾ സർവൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓടിച്ചാടി നടക്കുമായിരുന്നു. വേറെ എനിമിയൊന്നും ഇങ്ങോട്ട് കണ്ടില്ല. ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. വേറെ റയർ സ്ഥലമാണ്. പെട്ടെന്നൊന്നും എനിമി ഇങ്ങോട്ട് വരില്ല. എൻ്റെ ലാസ്റ്റ് സോൺ ഇവിടെ ആയതുകൊണ്ട് എനിമി ഇങ്ങോട്ട് തന്നെ വരണം. അങ്ങനെ ഞാനും ബംഗാളിയും കൂടി തെക്കും വടക്കും ഒക്കെ നോക്കിയിരുന്നു. ആരെങ്കിലും വരണുണ്ടോ അടിക്കാം. വിളിച്ചിരിക്കുകയാണ് സംഭവം. പിന്നെ അങ്ങനെ ലാസ്റ്റ് സോണൊക്കെ ആയി. അവൻ ക്ഷമ കഴിഞ്ഞ് അവൻ ഓടി. ഞാനും അവൻ്റെ കൂടെ ഓടി. അങ്ങനെ സ്കോഡ് വരണുണ്ടായിരുന്നു. ചാടി അവന്മാർ വരണുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തു. അവൻ നമ്മളെ കൂടെ നിൽക്കുന്നവൻ ചാടിപ്പോയി അടിവാഞ്ചി വെത്തു. ഞാനും ഒരു തന്നെ ക്ഷടപ്പെടാൻ വെച്ചിട്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.